കണ്ണൂർ നായാട്ടുപാറയിൽ പരിഭ്രാന്തി പരത്തി കാട്ടുപോത്ത്. വനമേഖലയിൽ നിന്നും 40 കിലോമീറ്റർ അകലെ ജനവാസ മേഖലയിലാണ് കാട്ടുപോത്തിനെ കണ്ടത്. പ്രദേശത്ത് വനം വകുപ്പും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയാണ്. അർജുൻ കല്യാട് ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, ഈ കാട്ടുപോത്തിനെ എവിടെയാണ് കണ്ടത്? എന്താണ് വിവരങ്ങൾ? വിനീത, അതായത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് കണ്ണൂർ നായാട്ടുപാറയിൽ കുന്നോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രാത്രിയിൽ കാട്ടുപോത്തിനെ കണ്ടത്. ഒറ്റയ്ക്ക് ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നത്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് നാട്ടുകാരും അല്ലെങ്കിൽ ഇത് നേരിൽ കണ്ട ആൾക്കാർ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അഭ്യൂഹമാവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യാജ വീഡിയോ ആവാനുള്ള സാധ്യത പൂർണ്ണമായും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശത്ത്, അതായത് നായാട്ടുപാറ എന്നൊക്കെ പറയുന്നത് മട്ടന്നൂർ നഗരത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് ആറളം വന്യജീവി സങ്കേതമുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും അടുത്തിട്ടുള്ള ഒരു വനപ്രദേശമുള്ളത് കർണാടക വനമേഖല, അതായത് കുടക് വനമേഖലയാണ്. ഇവിടെ നിന്ന് ഈ വനമേഖലയിൽ നിന്നല്ലാതെ എങ്ങനെയാണ് കാട്ടുപോത്തി ജനവാസ മേഖലയിലേക്ക് എത്തിയ എന്ന ആശങ്ക അല്ലെങ്കിൽ പരിഭ്രാന്തി ജനങ്ങളിലാകെ തന്നെയുണ്ട്. എന്തായാലും ആ മേഖലയിലാകെ തന്നെ ഒരു പരിഭ്രാന്തിയുണ്ട്. ഇപ്പോഴും നാട്ടുകാരും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഈ കാട്ടുപോത്തിനെ, ഇന്നലെ രാത്രിയിൽ കണ്ട കാട്ടുപോത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആ മേഖലയിലാകെ നടത്തുകയാണ്. ചെറിയ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പ്രായമായവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്തരത്തിൽ ജനവാസ മേഖലയിലൂടെ അനാവശ്യമായി പുറത്തിറങ്ങുന്ന നടപടികൾ ഉൾപ്പെടെ ഒഴിവാക്കണമെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന രീതിയിൽ ഇപ്പോൾ നാട്ടുകാർക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കാട്ടുപോത്ത് ഇറങ്ങിയതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. പരിഭ്രാന്തി ഉള്ള ഒരു സാഹചര്യമാണ് പ്രദേശത്ത്. വനം വകുപ്പ് ഉൾപ്പെടെ തെരച്ചിൽ നടത്തുന്നു എന്നാണ് അർജുൻ കല്യാട് നൽകുന്ന വിവരം.